ഈ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം ഞാൻ ഈ ചാനലിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാമെന്നാണ്. അത് മാത്രമല്ല ട്രേഡിങ് എത്ര ലോ കോസ്റ്റിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ചെയ്യാമെന്നാണ്. ആഹ് അതായത് ഇപ്പം സെബിയുടെ റൂൾസ് അനുസരിച്ച് അല്ലെങ്കിൽ സെബിയുടെ റിപ്പോർട്ട്സ് അനുസരിച്ച് 93% എഫ് ആൻഡ് ഒയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ലോസിലാണെന്നാണ്. അത് അത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ആ ഒരു ഓപ്ഷൻ ഒപ്പീനിയൻ നമുക്ക് മാറ്റിയെടുക്കാം. ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിലൊന്ന് റീച്ചിലേക്ക് എത്തിക്കുക. ഞാൻ ഒരു നോർമൽ ആയിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ബട്ട് നിങ്ങൾ എങ്ങനെ ലോ കോസ്റ്റ് രീതിയിൽ ഇൻട്രാഡേ ട്രേഡിങ്ങും എഫ് എൻ ഒ ട്രേഡിങ്ങും എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ പൊസിഷൻസ് കാണിച്ചു തരാം. ഇതാണ് ആ പൊസിഷൻസ്. ഇന്ന് ഞാൻ സെൻസെക്സിലാണ് ട്രേഡ് എടുത്തത്. 317 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ക്യാപിറ്റലാണ് ഉപയോഗിച്ചത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ അറിയിക്കാം. ഈ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ അതല്ലാണ്ട് ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ഒരു സ്റ്റോക്കും കൂടെ ഒരു പാറ്റേൺ കാണിച്ചു തരാം. അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ചെറിയൊരു ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഞാനതിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇത് സെറോദയുടെ ടെർമിനലാണ്. സെറോദയുടെ ടെർമിനലിലാണ് ഞാൻ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഇതിൽ നമുക്ക് കൂടുതൽ നോളജിന്റെ ആവശ്യമില്ല. ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ക്ലിയർ ആയിട്ട് ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല വോളിയൂമും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ 250 റേഞ്ച്, അതായത് ഇപ്പൊ 251 ട്രേഡ് ചെയ്യുന്നത്. സമയം 3:10 സ്റ്റിൽ ഈ ഒരു റേഞ്ചിൽ 250 റേഞ്ചിൽ നമുക്ക് നല്ലൊരു 6 to 7% പ്രോഫിറ്റ് കിട്ടുന്ന രീതിക്കുള്ള ഒരു ട്രേഡ്, സ്വിംഗ് ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ്. അതായത് ഇവിടെ നിന്ന് ഏകദേശം അടുത്ത് ഒരു തേർഡ് റെസിസ്റ്റൻസ് ഒരു 5%, അതായത് 264 വരെ ഉള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഞാൻ അതിൽ കാണുന്നുണ്ട്. ഇതൊരു ബൈയിങ് സെല്ലിംഗ് റെക്കമെൻഡേഷനേ അല്ല. ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ബട്ട് ഇതൊരു അനാലിസിസ് ആണ്. ഇനി നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയുടെ തന്നെ നമ്മൾ സ്ക്രീനറിൽ പോയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ ആയിട്ട് വലിയ റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല. അതേമാതിരി തന്നെയാണ് അതിന്റെ പി റേഷ്യോസും നല്ല ഡൗൺ ആണ്. നമ്മൾ ഇതിനെ അത്രയും ഫണ്ടമെന്റലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞിട്ട് അടുത്ത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ബട്ട് നമ്മളിത് ലോങ് ടേമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയൊരു സ്വിംഗ് ട്രേഡ് പിടിക്കുന്നുണ്ട്. സ്വിംഗ് ട്രേഡ് പിടിച്ചിട്ട് അതിന്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 2 to 3 ഡേയ്സിൽ. ഞാൻ ഈ ചാനൽ വഴി ഉദ്ദേശിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ചെറിയ രീതിയിൽ, അതായത് സ്വിംഗ് ട്രേഡിംഗ് ചെറിയ ഒരു 2 to 3 ഡേയ്സിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അല്ലാതെ എഫ് ആൻഡ് ഒ ട്രേഡ് ആണെങ്കിൽ ചെറിയ ക്യാപിറ്റലിൽ, അതായത് നമുക്ക് മാക്സിമം ലോസ് ആയാലും നമുക്ക് അത് നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് എഫ് ആൻഡ് ഒ ട്രേഡ് ചെയ്യാം, അതേമാതിരി തന്നെയാണ് ഇൻട്രാഡേ ട്രേഡിങ്ങും. അതാണ് ഞാൻ ഈ ചാനൽ വഴി ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെയും ചെയ്യുന്നുണ്ട്. അത് ഈ ചാനൽ വഴിയെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ് ഗൈസ്. ഈ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം.